ചാത്തന്നൂരിൽ ഒരുപക്ഷേ കേരളം കാത്തിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും ശ്രദ്ധേയമാകുന്ന സർപ്രൈസ് എലമെന്റ് ആവാൻ പോകുന്നത് ചാത്തന്നൂരിലെ ഈ ജയമായിരിക്കും. ചാത്തന്നൂരിൽ താമര വിരിഞ്ഞു. ചാത്തന്നൂരിൽ താമര വിരിഞ്ഞു. ചാത്തന്നൂരിൽ വിരിഞ്ഞു. ബി ഗോപകുമാർ എന്ന കഴിഞ്ഞ 2 തവണയായി അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ 5 വർഷവും മണ്ഡലം വിടാതെ പോയ അവിടുത്തെ SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന SNDPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഗോപകുമാർ അവിടെ ഇരു മുന്നണികളെയും അട്ടിമറിച്ച് ചാത്തന്നൂരിൽ 4002 വോട്ടുകൾക്ക്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 4002 വോട്ടുകൾക്ക് അവിടെ താമര വിരിയിച്ചിരിക്കുന്നു. ഇപ്പോൾ നിയമം കൂടി വന്നാൽ ഒരുപക്ഷെ 2 സീറ്റിലേക്ക് ശേഷം മറ്റൊരു BJP പ്രതിനിധി ഇതാ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലേക്ക് കയറുകയാണ്. ഇതാ ഗോപകുമാർ ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയാണ്. കേരള നിയമസഭയിലേക്ക് എത്തുന്ന 2ാമത്തെ BJP പ്രതിനിധിയെ മാറുകയാണ് ഗോപകുമാർ. O രാജഗോപാലിന് ശേഷം ആദ്യമായി മറ്റൊരു അക്കൗണ്ട് തുറക്കുകയാണ്. ഇവിടെ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അത് നിയമത്തെ ഫലം എന്തായിരിക്കും എന്നുള്ളതാണ്. അവിടെയാണ് അടുത്തൊരു പ്രതീക്ഷ NDAക്കുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും ജി സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. ജി സുധാകരൻ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.